ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോയുടെ താഴെയും സ്ഥിരമായിട്ട് കാണുന്നൊരു കമൻറ്റാണ് ഏറ്റവും കൂടുതൽ ഓഫറുള്ള ക്രെഡിറ്റ് കാർഡ് ഏതാണ്. എല്ലാവർക്കും അറിയേണ്ടത് ഇതാണ്. പക്ഷേ ഈ ചോദിക്കുന്ന വ്യക്തികൾ അവർക്ക് എന്ത് കാര്യത്തിനാണ് ഓഫർ വേണ്ടത് അത് അവിടെ മെൻഷൻ ചെയ്യാറില്ല. കാരണം എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾ തീറ്റപ്രിയരായിരിക്കും, അവർക്ക് ഫുഡ് കഴിക്കുമ്പോഴാണ് ഓഫർ വേണ്ടത്. മറ്റു ചിലർ യാത്രാപ്രിയരായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഫ്ലൈറ്റ് ചാർജിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള മെച്ചങ്ങൾ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. മറ്റു ചിലർക്കോ വീട്ടുകാര്യങ്ങൾ യൂട്ടിലിറ്റി ബില്ലൊക്കെ പേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ എന്ന് അറിയേണ്ടവരുണ്ട്. ഇനി മറ്റു ചിലരുണ്ട് സ്ഥിരമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസിന് എന്തെങ്കിലും റിവാർഡ് പോയിൻ്റ് ഒക്കെ കിട്ടിയിട്ട് അത് റിഡീം ചെയ്ത് മെച്ചമുണ്ടാക്കുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെ പലർക്കും പല രീതിയിലുള്ള ആവശ്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ആവശ്യം എന്താണ്. ആ ഒരു ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ നല്ല ഓഫറുകളുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടുമെങ്കിൽ അതാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. അല്ലാതെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഫ്ലൈറ്റ് ചാർജിൽ നല്ല ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ഇട്ട് ഒരു ഗുണവുമില്ല, അത് വെറുതെ അവിടെ വയ്ക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് വിവിധ കാറ്റഗറികളിലായിട്ട്, അതായത് ഭക്ഷണം, യാത്ര, യൂട്ടിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓരോരോ കാറ്റഗറികളിലും ഏറ്റവും മികച്ച ക്രെഡിറ്റ് കാർഡുകൾ ഏതാണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് തുടക്കം എവിടെ നിന്നാവാം? ഭക്ഷണത്തിൽ നിന്ന് തന്നെ ആവാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ്. അതായത് HDFC ബാങ്ക് സ്വിഗ്ഗി എന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, നമ്മൾ ഏതൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോഴും ആ ഒരു ക്രെഡിറ്റ് കാർഡ് തരുന്നത് ഏത് ബാങ്ക് ആയിക്കോട്ടെ, ഇപ്പോൾ HDFC ആയിക്കോട്ടെ, HSBC ആയിക്കോട്ടെ, ഇൻഡസിൻ്റെ ആയിക്കോട്ടെ, ആ ഒരു ബാങ്കിലും നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓഫർ എന്താണെന്ന് നോക്കാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വിഗ്ഗിയിൽ ഭക്ഷണമോ അല്ലെങ്കിൽ ഡൈനിങ്ങോ അതിൽ എന്ത് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലും നമുക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടും. അത് ഒരു മാസത്തിൽ പരമാവധി 1500 രൂപ വരെയാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുക. ഇനി നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അജിയോ ഇങ്ങനെയുള്ളതിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5% ക്യാഷ് ബാക്കാണ് ഇതിൽ കിട്ടുക. അതും ഒരു മാസത്തിൽ 1500 എന്ന് പരമാവധി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊന്നെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോസറി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കാർഡുകൾ ഇതിൽ സൗജന്യമായിട്ട് ലഭിക്കും. ഇനി ഓൺലൈൻ ഷോപ്പിംഗ് അല്ലാതെ ഓഫ്ലൈൻ ഷോപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ഒരു മാസത്തിൽ 500 രൂപ, അതായത് 1% ആണ് ഇവിടെ ക്യാഷ് ബാക്ക് കിട്ടുക. അത് ഇത്തിരി കുറവാണ്. എന്തായാലും ഇതിൽ ഓൺലൈൻ സ്പെൻഡിങ്ങിൽ നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് സ്വിഗ്ഗിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തേക്ക് സ്വിഗ്ഗി വൺ മെമ്പർഷിപ്പ് അത് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും സൗജന്യമല്ല, അതുകൂടി ആലോചിക്കണം. 500 രൂപ നമ്മൾ ഫീ കൊടുക്കേണ്ടതുണ്ട്, ജോയിനിങ് ഫീ ആയിട്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗവുമുണ്ട്. നമ്മൾ ഒരു വർഷത്തിൽ 2 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ അടച്ചിരിക്കുന്ന ആ ഒരു ജോയിനിങ് ഫീ നമുക്ക് അവർ തിരികെ തരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആനുവൽ ഫീ അല്ലെങ്കിൽ ജോയിനിങ് ഫീ ഒഴിവാക്കിക്കൊണ്ടും ഈ ഒരു കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 720 മുകളിൽ സിബിൽ സ്കോർ ഉള്ളവരാണ് ഇത്തരത്തിലുള്ള കാർഡുകൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാത്തിനും കോമൺ ആണ്, ഈ പറയുന്ന കാർഡുകൾക്കെല്ലാം. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ടാറ്റ എന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് HDFC തയ്യാറാക്കുന്ന മറ്റൊരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ് ടാറ്റ ന്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാറ്റയുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ നമ്മൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10% വരെ സേവിങ്സ് അവരുടെ ടാറ്റ ന്യൂ കോയിൻസ് ആയിട്ട് അവരുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് ലഭിക്കും. അത് നമുക്ക് പിന്നീട് റിഡീം ചെയ്തെടുക്കാം. അപ്പോൾ ഈ സർവീസുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കറിയാം. ഏകദേശം ടാറ്റയുടെ അത്യാവശ്യം ധാരാളം സർവീസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാറ്റ 1MG, ക്രോമ, ടൈറ്റാൻ, തനിഷ്ക്, ബിഗ് ബാസ്ക്കറ്റ് ഇങ്ങനെ ധാരാളം സർവീസുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ നമുക്ക് 10% വരെ സേവിങ്സ് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും മർച്ചൻസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 1.5% ക്യാഷ് ബാക്കാണ് ഇതിൽ ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് റൂപേ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷനിലൂടെ നമ്മളിത് ആഡ് ചെയ്തിട്ട് മർച്ചൻസിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.5% ആണ് ഇവിടെ സേവിങ്സ് ലഭിക്കുക. ടാറ്റ ന്യൂവിൻ്റെ ഈ ഒരു കാർഡ് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും. പക്ഷേ ടാറ്റ ന്യൂവിൻ്റെ തന്നെ ഇൻഫിനിറ്റി എന്നൊരു കാർഡുണ്ട്. ആ കാർഡാണ് നമുക്ക് ആവശ്യമുള്ളെങ്കിൽ നമ്മൾ 1499 രൂപ പ്ലസ് GST എന്ന രീതിയിൽ നമ്മൾ ഫീ കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഗുണമുണ്ട്. അതായത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഡൊമസ്റ്റിക്കിൽ 8 ലോഞ്ച് ആക്സും ഇൻ്റർനാഷണൽ 4 ലോഞ്ച് ആക്സുമാണ് ഒരു വർഷത്തിൽ ലഭിക്കുക. അപ്പോൾ അങ്ങനെ നമുക്കത് മുതലാക്കാൻ സാധിക്കും. അങ്ങനെ 2-3 വ്യത്യസ്ത തരത്തിലുള്ള കാർഡുകൾ ഈ ഒരു ഇതിനുണ്ട്. അപ്പോൾ അതിൽ ടാറ്റ ന്യൂവിൻ്റെ നോർമൽ കാർഡ് നമുക്ക് ലൈഫ് ടൈം സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ടാറ്റ ന്യൂവിൻ്റെ ഇൻഫിനിറ്റി കാർഡിന് നമുക്ക് 1599 രൂപ ഫീ വരുന്നുണ്ട് എങ്കിലും അത് ഒഴിവാക്കാനും മാർഗ്ഗമുണ്ട്. ഒരു വർഷത്തിൽ നമ്മൾ 3 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടത്തിയാൽ മതി, ആ ഒരു ഫീ അവർ നമുക്ക് തിരിച്ചു തരും.
ഇപ്പോൾ ടാറ്റ ന്യൂവിൻ്റെ കാർഡ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ഗ്രോസറി പർച്ചേസ് ബിഗ് ബാസ്ക്കറ്റിൽ നിന്നൊക്കെ നടത്തുന്നവർക്കാണ് 10% വരെ അവിടെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഇനി മറ്റൊരു കാർഡ് നമുക്കിവിടെ പരിചയപ്പെടാം. അത് HSBCയുടെ ലൈവ് പ്ലസ് എന്ന് പറയുന്ന കാർഡാണ്. ഇതിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രോസറി ആണെങ്കിലും ഇത് ഏതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലും നമുക്ക് 10% ഇവിടെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അത് ഒരു മാസത്തിൽ 1000 രൂപ വരെ ഒന്ന് ലിമിറ്റും ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മൾ മറ്റെന്ത് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലും 1.5% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അത് അൺലിമിറ്റഡ് ആണ്, ഒരു നിയന്ത്രണവുമില്ല. ഇനി മറ്റൊരു ഗുണം തന്നെയാൽ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇതിൽ ലോഞ്ച് ആക്സസും കൂടി ഉണ്ട്. അതായത് ഡൊമസ്റ്റിക്കിൽ 4 ലോഞ്ച് ആക്സസ് ആണ് ഒരു വർഷത്തിലുള്ളത്. ഗ്രോസറി പർച്ചേസ് നടത്തുമ്പോൾ മാസത്തിൽ 1000 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒഴിച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഓഫറുകളൊന്നും തന്നെ ഈ ഒരു കാർഡിലില്ല. പക്ഷേ ഇതിന് ജോയിനിങ് ഫീ ഉണ്ട്. അത് 999 പ്ലസ് GST എന്ന രീതിയിലാണ് അവർ ജോയിനിങ് ഫീ വാങ്ങുന്നത്. പിന്നെ ഈ ഒരു ജോയിൻ ഫീ നമുക്ക് തിരികെ കിട്ടുകയും ചെയ്യും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാർഡ് കിട്ടിയിട്ട് 30 ദിവസത്തിനുള്ളിൽ തന്നെ 20,000 രൂപ ട്രാൻസാക്ഷൻ നടത്തണം. അങ്ങനെയാണെങ്കിൽ 1000 രൂപ അവർ നമുക്ക് ക്യാഷ് ബാക്ക് തരും. അപ്പോൾ അത് നമുക്ക് അവിടെ 0 ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാർഡിൻ്റെ രീതി. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് യൂട്ടിലിറ്റി ബില്ലൊക്കെ പേ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഓൺലൈനിൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നവർക്ക് മാസത്തിൽ 5000 രൂപ വരെ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാർഡാണ് SBI ക്യാഷ് ബാക്ക് കാർഡ്. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടുക. അത് നമുക്ക് ഓൺലൈൻ സ്പെൻഡിങ്ങിനാണ്. അത് ഒരു മാസത്തിൽ പരമാവധി 5000 വരെ ഒന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ബില്ലുകളൊക്കെ പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് ലഭിക്കും. ഇനി മറ്റൊന്ന് തന്നെയാണ് നമ്മൾ ഓഫ്ലൈൻ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 1% ആണ് ഇതിൽ ക്യാഷ് ബാക്ക് കിട്ടുക. പക്ഷേ ഈ ഒരു കാർഡ് നമുക്ക് സൗജന്യമല്ല. ഇതിന് 999 രൂപ പ്ലസ് GST എന്ന തോതിൽ അവർ ആ ഒരു ജോയിനിങ് ഫീ അല്ലെങ്കിൽ ആനുവൽ ഫീ എന്ന രീതിയിൽ വാങ്ങുന്നുണ്ട്. പിന്നെ വർഷത്തിൽ നമ്മൾ 2 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ഒരു ജോയിനിങ് ഫീ അവർ നമുക്ക് തിരികെ തരുകയും ചെയ്യും. അപ്പോൾ വളരെ വലിയ ഓഫറുകളൊന്നും ഇല്ലാത്തൊരു കാർഡാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് മാസത്തിൽ 5000 രൂപ വരെ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അത്യാവശ്യം കുറച്ച് ഓഫറുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. അത് നമ്മുടെ ആക്സിസ് ബാങ്ക് എയർടെലിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർടെലിൻ്റെ ഉപഭോക്താവാണെങ്കിൽ അതിൻ്റെ ബ്രോഡ്ബാൻഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർവീസുകളുടെ ബില്ല് പേ ചെയ്യുന്നുണ്ടെങ്കിൽ മാസത്തിൽ നമുക്ക് 25% ക്യാഷ് ബാക്ക് കിട്ടും. അതവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 250 രൂപ വരെയാണ് പരമാവധി നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുക. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് പോലെ മറ്റ് യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 250 രൂപ വരെ ഒരു മാസത്തിൽ ക്യാഷ് ബാക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് എയർടെലിൻ്റെ താങ്ക്സ് ആപ്പിൽ കൂടി തന്നെയായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് അവിടെ കിട്ടുള്ളൂ. നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ് ഇവിടങ്ങളിലൊക്കെ ഈ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ 10% ആണ് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. അതായത് മാസത്തിൽ പരമാവധി 500 രൂപ വരെ. പിന്നെ ഇതുകൂടാതെ നമ്മൾ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും 1% ക്യാഷ് ബാക്കും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കുള്ളിലുള്ള ഏത് എയർപോർട്ടിലും വർഷത്തിൽ നമുക്ക് 4 ലോഞ്ച് ആക്സസ് ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഓരോ ക്വാർട്ടറിലും നമ്മൾ 50,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം എന്നൊരു നിബന്ധന കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് നമ്മൾ ഫീ കൊടുക്കേണ്ടതുണ്ട്. അതായത് 999 പ്ലസ് GST എന്ന തോതിൽ നമ്മൾ ജോയിനിങ് ഫീ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു ഫീ നമുക്ക് കാർഡ് കിട്ടി നമ്മൾ 30 ദിവസത്തിനുള്ളിൽ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ ഗിഫ്റ്റ് വൗച്ചറായിട്ട് അവർ തിരികെ തരികയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അത്യാവശ്യം നല്ല ഓഫറുകളൊക്കെ ഉള്ളൊരു ചെറിയ ക്രെഡിറ്റ് കാർഡാണിത്. 735 വേണം ഇതിന് സിബിൽ സ്കോർ ഉണ്ടാകും. ബാക്കിയുള്ളതിനൊക്കെ 720 ആയിരുന്നു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കൊരു വാഹനമുണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിൽ നമ്മൾ ഫ്യൂല് ഫില്ല് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിൽ 40 ലിറ്ററിനടുത്ത് വരെ ഫ്യൂല് സൗജന്യമായിട്ട് നേടാൻ കഴിയുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഇത് BPCLന് വേണ്ടിയിട്ട് SBI തയ്യാറാക്കുന്ന ഒരു കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൽ ഫ്യൂല് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മാസത്തിൽ 4.25% ക്യാഷ് ബാക്ക് എന്ന രീതിയിൽ 1300 റിവാർഡ് പോയിന്റ് വരെ ലഭിക്കും. നമുക്ക് ഓരോ വർഷവും അത് നമുക്ക് റിഡീം ചെയ്തെടുക്കാം. അങ്ങനെ റിഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് 39 ലിറ്ററിനടുത്ത്, അതാണ് ഏകദേശം കറക്റ്റ് കണക്ക്, അത്രയും നമുക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അവിടെ സൗജന്യമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഗ്രോസറി മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് റിവാർഡ് പോയിന്റ് ലഭിക്കും. അത് ഒരു മാസത്തിൽ പരമാവധി 5000 റിവാർഡ് പോയിന്റ് അവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സാധാരണ രീതിയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും 2 റിവാർഡ് പോയിന്റ് ആണ് നൽകുക. അതേസമയം നമ്മൾ ഗ്രോസറി പർച്ചേസ് മറ്റ് ഷോപ്പുകളിലൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100നും 10 റിവാർഡ് പോയിന്റ് വരെ ലഭിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു മാസത്തിൽ 5000 റിവാർഡ് പോയിന്റ് ഇവിടെ ലഭിക്കും. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സൗജന്യമല്ല. ഇവിടെ 990 രൂപ പ്ലസ് GST എന്ന തോതിൽ നമുക്ക് ഇവിടെ ഫീ വരുന്നുണ്ട് ഓരോ വർഷവും. പക്ഷേ നമുക്ക് ആ ഒരു കാർഡ് കിട്ടി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കൊടുത്ത ജോയിനിങ് ഫീക്ക് തുല്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടും. അത് നമുക്ക് റിഡീം ചെയ്തെടുക്കാനും സാധിക്കും. പിന്നെ തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ നിങ്ങൾ 50,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ കൊടുക്കുന്ന ആ ഒരു ആനുവൽ ഫീ നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കും. ഇപ്പോൾ ചില ആളുകൾ ഭാരത് പെട്രോളിയത്തിലായിരിക്കും ഫ്യൂൽ ഫില്ല് ചെയ്യുക. അവർക്ക് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാലുള്ള ഗുണം. ഇനി അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ HPCLൽ പോയിട്ട് ഫ്യൂൽ ഫില്ല് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും ഒരു കാർഡ് ഉണ്ട്. പക്ഷേ അത് IDFC ഫസ്റ്റ് ആണ് പുറത്തിറക്കുന്നത്.
അവരുടെ പവർ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ 6.5% ആണ് ക്യാഷ് ബാക്ക് പറയുന്നത്. നമ്മൾ മാസത്തിൽ 35,000 രൂപ വരെയും ഫ്യൂല് ഫില്ല് ചെയ്യുന്നതിന് ഇതുപോലെ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാർഡിനും ഇതുപോലെ തന്നെ ഫീ ഒക്കെ ഉണ്ട്. സെയിം 499 പ്ലസ് GST തന്നെയാണ്. പിന്നെ നമ്മൾ വർഷത്തിൽ 1.5 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് അവർ തിരികെ തരും. പക്ഷേ IDFC എന്ന് വെച്ചാൽ എപ്പോഴും സിറ്റി ലിമിറ്റിൽ മാത്രമേ കാർഡുകൾ കൊടുക്കുന്നുള്ള ഒരു ന്യൂനതയും അവർക്കുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് യാത്രാപ്രിയർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. അതാണ് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ സ്കാപ്പിയ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോയിനിങ് ഫീ അല്ലെങ്കിൽ ആനുവൽ ഫീ ഒന്നും തന്നെ നൽകേണ്ടതില്ല. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ കാർഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ മാർക്കപ്പ് ഫീ എന്നും പറഞ്ഞ് 4% വരെ ചാർജ് പല ബാങ്കുകളും ഇടാറുണ്ട്. എന്നാൽ ഇവിടെ അത് തികച്ചും സൗജന്യമാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ടാക്സ് ഇവർ അൺലിമിറ്റഡ് സൗജന്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കിംഗ്സ് നടത്തുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും 20 സ്കാപ്പിയ കോയിൻസ് തരും. 5 സ്കാപ്പിയ കോയിൻസ് എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പിന്നീട് റിഡീം ചെയ്തെടുക്കാം. ഇനി ട്രാവൽ റിലേറ്റഡ് അല്ലാത്തതിനൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും 10 സ്കാപ്പിയ കോയിൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ അവരുടെ ആപ്ലിക്കേഷനിൽ കൂടി വേണം നമ്മൾ റിഡീം ചെയ്തെടുക്കാൻ. പിന്നെ ക്രെഡിറ്റ് കാർഡുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിക്കണം കേട്ടോ. മറ്റൊരു നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡിനുള്ള ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് UPI ആപ്പിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷൻസിനും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഡെയിലി യൂസിന് പറ്റിയ ഒരു ക്രെഡിറ്റ് കാർഡാണ് അത് കിവി എന്ന ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ മർച്ചൻസിൻ്റെ അടുത്ത് പോയിട്ട് ഇവരുടെ ആപ്ലിക്കേഷനിൽ ആ ഒരു കാർഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സ്കാൻ പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1.5% ക്യാഷ് ബാക്ക് കിട്ടും. ഇനി ഓൺലൈൻ സ്പെൻഡ് ആണെങ്കിൽ നമുക്ക് 0.5% ആണ് ക്യാഷ് ബാക്ക് കിട്ടുക. ഇതൊക്കെ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ കിവിയുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇതിന് വേറെ ഫീകളൊന്നുമില്ല. അതേസമയം കിവിയുടെ തന്നെ നിയോൺ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് 999 രൂപ നമ്മൾ ജോയിനിങ് ഫീ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ക്വാർട്ടറിലും 50,000 രൂപ ഈ ഒരു കാർഡ് വെച്ച് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ക്വാർട്ടറിൽ നമുക്ക് ഒരു ലോഞ്ച് ആക്സസ് സൗജന്യമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ലോഞ്ച് ആക്സസ് കിട്ടുന്നതുകൊണ്ട് പക്ഷേ നമുക്ക് അവിടെ ലൈഫ് ടൈം ഫ്രീ കിട്ടുന്ന ഒരു കാർഡായിരിക്കും ഇവിടെ ഉപകാരപ്രദം. കാരണം എപ്പോഴും UPI ആഡ് ചെയ്തിട്ട് ആ ഒരു കിട്ടുന്ന ഒരു ക്യാഷ് ബാക്ക് വാങ്ങുക. ഇപ്പോൾ നമ്മളിവിടെ കുറേ ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെട്ടു. പക്ഷേ ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഓഫറുകൾ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഫ്യൂവൽ സർചാർജ് വേവർ പോലുള്ള ഓഫറുകളൊന്നും ഇവിടെ വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. മിക്കതിനും ഈ ഓഫറുകളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ പാർട്ട്നേഴ്സ് റെസ്റ്റോറൻറ്റിലൊക്കെ ഓഫറുകൾ ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയൊക്കെയാണ്. കാരണം അതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. ചിലപ്പോൾ നമുക്ക് ഉപയോഗമുള്ള ഓഫറുകൾ ഏതാണെന്ന് ചിന്തിക്കുക. ആ ഓഫറുകളുള്ള ക്രെഡിറ്റ് കാർഡ് ഏതാണോ അതിന് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക. കുറേ ഓഫറുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം ഏത് കാറ്റഗറി ആയിരിക്കും, ഫുഡിനാണോ ട്രാവലാണോ എന്നൊക്കെ നോക്കിയിട്ട് ആ ഒരു ആവശ്യത്തിനുള്ള ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് എന്താണ്, അതിൽ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയത് അതൊക്കെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഓരോ ക്രെഡിറ്റ് കാർഡിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.